ഇവിടെ നോക്കാം, നമ്മൾ പ്രിവ്യൂ അടിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. പ്രിവ്യൂ അടിച്ചാൽ കുട്ടിക്ക് അതായത് ആക്സെപ്റ്റിംഗ് റെസ്പോൺസ് അല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വരുന്നത്. ഇനി ഇവിടെ നമ്മൾ ആക്സെപ്റ്റിംഗ് റെസ്പോൺസ് ആണ് ഓപ്പൺ ആണെങ്കിൽ, അതായത് ഇവിടെ ഓപ്പൺ ആണെങ്കിൽ ഈ ഫോമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് പരീക്ഷ നടത്തിയ ഒരു ഫോം കാണിച്ചു തരാം. ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തിയിരിക്കുകയാണ്. യൂണിറ്റ് ടെസ്റ്റ് നടത്തിയാണ് ഇമെയിൽ ID എല്ലാം വെച്ചിട്ട് ഒരു ചോദ്യങ്ങൾ കൊടുത്തിട്ട് ഷോർട്ട് ആൻസർ എസ്സേ ടൈപ്പ് ചോദ്യങ്ങളാണ് അതിൽ ഉള്ളത്. അവിടെ റെസ്പോൺസ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. നോക്കൂ, 41 റെസ്പോൺസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സമ്മറി കിട്ടും നമുക്ക്. സമ്മറി നോക്കൂ, ഒന്നാമത്തെ ഇത് ചോദ്യം നെയിമാണ്. അപ്പോൾ ഇതിൽ 40 ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഇവിടെ നോക്കൂ, അത് റിക്വയർഡ് അല്ലാത്തതുകൊണ്ടാണ് 41 റെസ്പോൺസിൽ 40 ആൾ മാത്രമേ പേര് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 40 ആൾ ആരൊക്കെയാണെന്ന് കാണിച്ചു തരും. ഇനി അടുത്ത ചോദ്യം, ടെസ്റ്റ്. സസ്യ വളർച്ചയ്ക്ക് സൂര്യപ്രകാശം ആവശ്യമാണ് എന്ന് തെളിയിക്കാനുള്ള പരീക്ഷണത്തിൽ നിയന്ത്രിത ചരങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ അതിൽ 38 റെസ്പോൺസാണ് ഉള്ളത്. അപ്പോൾ 3 ആൾക്കാർ പ്രതികരിച്ചിട്ടില്ല എന്നാണ്. അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതിയെന്ന് ഇവിടെ സമ്മറി കാണിച്ചു തന്നിട്ടത്. അങ്ങനെ ഓരോ ചോദ്യത്തിനും എന്താണ് കുട്ടികൾ ഉത്തരം എഴുതിയെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതുവഴി കാണാൻ സാധിക്കും. അതാണ് സമ്മറി. ഇനി ക്വസ്റ്റ്യൻ വൈസ് ഓരോ ചോദ്യവും ഇമെയിൽ ID, ഇപ്പോൾ ഇമെയിൽ ID ഒന്നാമത്തെ കുട്ടി എന്താണ് ചെയ്തത്, 4 റെസ്പോൺസ് പുണ്യ. ഇവിടെ രണ്ടാമത്തത് നെയിം, മൂന്നാമത്തെ ഫോൺ നമ്പർ റെസ്പോൺസസ്. അങ്ങനെ ഓരോ ചോദ്യവും ക്ലാസ് നമ്പർ എന്താണ് കൊടുത്തത്, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം സസ്യവളർച്ചയ്ക്ക് ജലം മണ്ണ്, അപ്പോൾ 10 റെസ്പോൺസ് അല്ലേ. അപ്പോൾ ഓരോ ഓപ്ഷനും ഏതൊക്കെ ആൾക്കാരാണ് ചെയ്തതെന്ന് കാണിച്ചത്. ഇനി ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിയുടെയും, ഇപ്പോൾ ഒന്നാമത്തെ ആളുടെ പരീക്ഷ പേപ്പർ നമുക്ക് കാണിച്ചു തരികയാണ്. അവരെ ഉത്തരം എഴുതിയത് മാത്രം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ രണ്ടാമത്തെ ആള് എന്തൊക്കെയാണ്, നമ്മൾ പരീക്ഷ പേപ്പർ നോക്കുന്നത് പോലെ നമുക്കിത് ഓരോന്നും വിലയിരുത്തി മാർക്കിടാൻ സാധിക്കും. ഇത് നമ്മൾ ഒരു പരിസ്ഥിതി ക്വിസ് നടത്തി അതിന് ശേഷമുള്ള ഒരു ഫോമാണിത്. വലുതാ നമ്മൾ ഫോമിൻ്റെ പ്രിവ്യൂ ആണ്. കുട്ടികൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. കുറച്ചധികം കൂടി ചോദ്യങ്ങൾ. പെരിയാർ കണ്ടുക സങ്കേതം ഏത് ജില്ലയിൽ, കുറച്ച് ചിത്രമെല്ലാം ആഡ് ചെയ്ത് കുറച്ചും കൂടി കുട്ടിക്ക് സബ്മിറ്റ് ബട്ടൺ, ഏറ്റവും അവസാനം സബ്മിറ്റ് ബട്ടൺ. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം 199 റെസ്പോൺസ്. ആവറേജ്, മീഡിയം, റേഞ്ച്, അതായത് 0 മുതൽ 10 പോയിന്റ് വരെയാണല്ലോ. ഇവിടെ പോയിന്റ്, അതായത് 10 മാർക്ക് കിട്ടിയ കുട്ടികൾ. ഇവിടെ ആ ബാർ ഡയഗ്രത്തിൽ തന്നെ വെറുതെ ഒന്ന് മൗസ് പോയിന്റ് കൊണ്ടുവച്ചാൽ തന്നെ എത്ര കുട്ടികൾക്ക് 10 മാർക്ക് കിട്ടിയെന്ന് കാണിച്ചു തരും. ഇവിടെ 21 കുട്ടികൾക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 8 കുട്ടികൾക്ക് 32 പോയിന്റ്. അങ്ങനെ ഓരോ മാർക്കും എത്ര പേർക്ക് കിട്ടിയെന്നുള്ളൊരു സമ്മറി നമുക്ക് കിട്ടും. ഇനി വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയ ചോദ്യം എന്നിവിടെ കാണിച്ചു തരും. ഇവിടെ നോക്കൂ, ലെപ്റ്റോസ്പൈറ എന്ന ഇനം ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം. അതിൽ 194 കുട്ടികളാണ് ശരിയായ ഉത്തരം എഴുതി. ഡിവിഷൻ, ഇപ്പോൾ ഇന്ന ഡിവിഷനിൽ ഇത്രയാൾ, ഇപ്പോൾ എ ഡിവിഷനിൽ ഇത്ര ആൾക്കാർ കൗണ്ട് കാണിച്ചിരുന്നാണ്. ബിയിൽ 79 ആൾക്കാർ, സി ഡിവിഷനിൽ 75 ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ കാണിച്ചിരുന്നു. അതിൻ്റെ ഓരോ ചോദ്യങ്ങളും ശരിയായ ഉത്തരം എഴുതിയതാണ്. ഓരോ ഓപ്ഷനും എത്രയാൾ എഴുതി, തെറ്റായ ഉത്തരങ്ങൾ എത്രയാൾ എഴുതി, അത് എന്തൊക്കെയാണ്
എന്ന് കാണിച്ചു തരും. എല്ലാ കുട്ടികളുടെയും റെസ്പോൺസ് ഒറ്റ ഷീറ്റിൽ കാണാൻ വേണ്ടി ഇവിടെ ഈ എക്സൽ ഷീറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ എല്ലാ കുട്ടികളുടെയും എല്ലാ വിവരങ്ങളും ഇവിടെ അവർ സബ്മിറ്റ് ചെയ്ത ടൈം, ലിസ്റ്റ്, സ്കോർ, പേര്, ക്ലാസ്, പിന്നെ നമ്മൾ എന്തൊക്കെയാണോ കൊടുത്തത് അതെല്ലാം. അതേപോലെ ഓരോ ചോദ്യത്തിനും കുട്ടി ആൻസർ ചെയ്തത് എല്ലാ കുട്ടികളുടെയും ഒറ്റ ഷീറ്റിൽ റെസ്പോൺസ് കാണാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളൊരു ക്വിസ് ഫോം ചെയ്തതിന് ശേഷം നമ്മളൊരു സഹപ്രവർത്തകർക്ക് അത് എഡിറ്റ് ചെയ്യാനും കൂട്ടിച്ചേർക്കാൻ ഉള്ളൊരു ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ അതിൽ സെൻഡ് ക്ലിക്ക് ചെയ്യുക. സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അവിടെ ഈ മെയിലിൻ്റെ ഓപ്ഷൻ വഴി നോക്കൂ, ആഡ് കൊളാബറേറ്റ് എന്നൊരു ഓപ്ഷൻ എടുക്കാം. ഇപ്പോൾ ഇവിടെ ആഡ് എഡിറ്റേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ആഡ് എഡിറ്റേഴ്സ് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ ഇമെയിൽ അവിടെ ചേർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനൊരു സന്ദേശം കൊടുക്കാം. അപ്പോൾ അവിടെ സെൻഡ് കൊടുക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ ആ വ്യക്തിക്ക് കൂടി എന്ത് ചെയ്യാം, അതായത് ഒരു പേഴ്സണേയും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, എഡിറ്ററായിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പം അവിടെ നമ്മൾ സെൻഡ് അടിക്കുമ്പോൾ നോക്കൂ, ആഡ് കൊളാബറേറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾക്കാർ എന്ത് ചെയ്യാണ്, അതിൻ്റെ എഡിറ്ററും ആവുകയാണ്. ഇവിടെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ എഡിറ്റർ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആവുള്ളൂ. മേക്ക് ആൻ ഓണർ വേണമെങ്കിൽ മേക്ക് ആൻ ഓണർ ആക്കാം. ഇയാളെ നമ്മൾ ഓണർ ആക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് പരീക്ഷ വെക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ പലതരത്തിലുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാം, ക്വിസ് അസൈൻ ചെയ്യാം. ക്വിസ് അസൈൻ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ റിസൾട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ എല്ലാ വിഭാഗങ്ങളിലൂടെയും കടന്നുപോയി. ഇനി ഒരു കാര്യം ചെയ്യുക, പുതിയൊരു ഫോമോ അല്ലെങ്കിൽ ഒരു ക്വിസോ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യപേപ്പറോ ഗൂഗിൾ ഫോം വഴി സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.